لله الذي خلق السماوات والأرض وجعل الظلمات والنور. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്ത് ബഷീർ ഫാറൂഖി, ഈ സെമിനാറിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ ഫാദർ ആന്റണി, സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ശ്രീ സ്വാമി അഭയാനന്ദ തീർത്ഥപാദർ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ പടച്ചതമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും എന്ന തലക്കെട്ടിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ലഘുവായ സെമിനാറുകളും പൊതുയോഗങ്ങളും ഗൃഹാങ്കണ യോഗങ്ങളും അയൽക്കൂട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശരിയായ വ്യക്തിത്വം, തിരുമേനിയുടെ ശരിയായ സന്ദേശവും എല്ലാ വിഭാഗം ജനങ്ങളുമായി പങ്കുവെക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം സഫലമാകുന്നതിന് ഈ സംഗമവും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. 4-5 നൂറ്റാണ്ടുകളായി വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യ ചരിത്രത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള വിവിധ വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ഒരുപോലെ ഊന്നിപ്പറയുന്ന കാര്യം, മനുഷ്യ ചരിത്രത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി മുഹമ്മദ് നബിയാണ് എന്ന്. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ചോ മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടുള്ള ഖുർആൻ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചോ ഖുർആനും പ്രവാചകനും മുന്നോട്ട് വെക്കുന്ന ആദർശ സിദ്ധാന്തങ്ങളെക്കുറിച്ചോ പാശ്ചാത്യൻ ജനതയ്ക്ക് മനസ്സിലാക്കുവാൻ മൊത്തത്തിൽ സാധ്യമാകുമായിരുന്നില്ല. കാരണം പ്രവാചകന്റെ സാന്നിധ്യത്തെക്കുറിച്ചും പ്രവാചകന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും അർത്ഥഗർഭമായ മൗനമാണ് പാശ്ചാത്യൻ ചരിത്ര പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും ആ അജ്ഞതയുടെ അന്ധകാരത്തിന്റെ മൂടുപടം മാറ്റിവെച്ചുകൊണ്ട് പൗരസ്ത്യാശയങ്ങളെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള സാമൂഹ്യശാസ്ത്ര പണ്ഡിതന്മാർ പ്രവാചകന്റെ ശരിയായ വ്യക്തിത്വവും ചരിത്രത്തിലെ സ്വാധീനവും കണ്ടെത്താൻ ശ്രമിച്ചു, അതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കണം മനുഷ്യ സമൂഹത്തിൽ ഇത്രമേൽ സ്വാധീനം ചെലുത്തുവാൻ പ്രവാചകന് കഴിഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് മാത്രം ചില വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, പ്രവാചകൻ ഒരു സന്ദേശം വളരെ കൃത്യതയോടുകൂടിയും വളരെ ഭദ്രതയോടുകൂടിയും ഊന്നിപ്പറഞ്ഞു എന്നുള്ളതാണ്. ആ സന്ദേശം ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഒരേ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്ന സന്ദേശം, അഥവാ ദൈവത്തിന്റെ ഏകത്വം. ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവം ആരാണ് എന്ന ചോദ്യം ഉയർന്നേക്കാം. മറ്റാരുമല്ല, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു സംവിധാനിച്ച ആ ജഗത് നിയന്താവ് തന്നെ. അവന് എന്ത് പേര് പറയുന്നു എന്നത് ഒട്ടും പ്രസക്തമല്ല. ഈശ്വരൻ എന്ന് പറയാം, ദൈവം എന്ന് പറയാം, അല്ലാഹു എന്ന് പറയാം, ഗോഡ് എന്ന് പറയാം, ഖുദ എന്ന് പറയാം. ഏത് പേര് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഈ പ്രപഞ്ചത്തിനുപരിയായ ഒരു ശക്തിവിശേഷം, ആ ശക്തിവിശേഷമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യ സമൂഹത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവനെ ആരാധിച്ചനുസരിച്ച് അവന് വണങ്ങി വഴങ്ങി വേണം ജീവിക്കാൻ. ഇതാണ് പ്രവാചകൻ മുന്നോട്ട് വച്ച ആശയത്തിന്റെ ഏറ്റവും കാതലായ വശം. ഈ ഏകദൈവ വിശ്വാസത്തിലൂടെ മനുഷ്യ സമൂഹത്തെ ഛിദ്രീകരിക്കുകയല്ല പ്രവാചകൻ ചെയ്തത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, മനുഷ്യേതര ജീവജാലങ്ങളെയും, അചേതനമായ വസ്തുക്കളെയും ഈശ്വരൻ എന്ന ഒരു പോയിന്റിലേക്ക് ചേർക്കുക വഴി ലോകത്തിന്റെ ഒരൈക്യം, വിശ്വമാനവികതയുടേതായ ഒരൈക്യം ലോകത്തിന് സംഭാവന ചെയ്യുകയാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇസ്ലാമിന്റെ ഏത് സന്ദേശം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ആ സന്ദേശങ്ങളെല്ലാം തന്നെ ഈ ഏകദൈവ വിശ്വാസത്തിന് താഴെ, അഥവാ തൗഹീദ് എന്ന ഇസ്ലാമിക ആശയത്തിന് താഴെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഏകദൈവ വിശ്വാസത്തിന് താഴെ നിന്നുകൊണ്ട്, ആ ഏകദൈവ വിശ്വാസത്തിന്റെ തണലിലും പിമ്പലത്തിലും നിന്നുകൊണ്ട് പ്രവാചകൻ മനുഷ്യനെ സംബന്ധിച്ച ഉജ്ജ്വലമായിട്ടുള്ള ചില തത്വങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. പ്രവാചക വചനങ്ങളിലൂടെയും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇന്നോളം മനുഷ്യകുലത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങളിൽ ഏറ്റവും മുഖ്യമെന്ന് വിചാരിക്കപ്പെടുന്ന തത്വങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സന്ദേശത്തിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ സന്ദേശങ്ങളുടെ സമാഹാരം പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. പ്രവാചകൻ ചരമമടയുന്നതിന്, വഫാത്താകുന്നതിന് തൊട്ടു മുമ്പിലത്തെ വർഷം ഹജ്ജ് ചെയ്യാൻ കഅബയുടെ ചാരത്തെത്തിച്ചേരുകയും അറഫ മൈതാനിയിലുള്ള ജബലുർ റഹ്മയിൽ കയറി നിന്നുകൊണ്ട് തന്റെ അവസാനത്തെ പ്രഭാഷണം, വിടവാങ്ങൽ പ്രഭാഷണം എന്ന രീതിയിൽ 1.25 ലക്ഷത്തോളം വരുന്ന മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്തു. ആ സംസാരത്തിൽ ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ സംബന്ധിച്ച 3 മൗലിക യാഥാർത്ഥ്യങ്ങളാണ്. ഒന്നാമത്തേത് മനുഷ്യന്റെ മഹത്വം, ഹ്യൂമൻ ഡിഗ്നിറ്റി. ഓരോ മനുഷ്യനും മഹാനാണ്. ഓരോ
പവിത്രമാണ്, ഓരോ മനുഷ്യന്റെയും ശരീരം പവിത്രമാണ്, ഓരോ മനുഷ്യന്റെയും അഭിമാനം പവിത്രമാണ്. അതുകൊണ്ട് ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല, ഒരാളുടെയും സമ്പത്ത് അന്യായമായി കവർന്നെടുക്കാൻ പാടില്ല, ഒരാളുടെയും അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല. കാരണം മനുഷ്യന്റെ ധനവും മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ അഭിമാനവും രക്തവും എല്ലാം പവിത്രമാണ് എന്ന് 1.25 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലും സമാനമായിട്ടുള്ള വാചകങ്ങൾ ധാരാളം കാണാം. വലഖദ് കറംനാ ബനി ആദം, നാം ആദം സന്തതികളെ അഥവാ മനുഷ്യരെ ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യൻ ആരാണെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നമുക്കേവർക്കും പരിചിതമായ സൂറത്തുൽ ബലദിലെ ഒരു വാചകം, മനുഷ്യനെ നാം ഏറ്റവും ചൊവ്വായ മൂശയിലാണ് വാർത്തിട്ടുള്ളത്. മനുഷ്യനെ നാം ഏറ്റവും ചൊവ്വായ മൂശയിലാണ് വാർത്തിട്ടുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ നിങ്ങൾ വധിക്കുന്നുവെങ്കിൽ മനുഷ്യകുലത്തെ മുഴുവൻ വധിക്കുന്നതിന് സമാനമാണ്. ഒരു മനുഷ്യന് നിങ്ങൾ ജീവൻ നൽകുന്നുവെങ്കിൽ, ഒരു മനുഷ്യനെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യന്റെ ജീവൻ നിങ്ങൾ സംരക്ഷിക്കുന്നുവെങ്കിൽ മനുഷ്യകുലത്തിന്റെ മുഴുവൻ ജീവൻ സംരക്ഷിക്കുന്നതിന് സമാനമാണ്. അപ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവൻ വിലപ്പെട്ടതാണ്, ഓരോ മനുഷ്യന്റെയും ജീവൻ പവിത്രമാണ് എന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന സന്ദേശം മനുഷ്യനെ സംബന്ധിച്ച ഉജ്ജ്വലമായ ഒരാശയമാണ്, ഹ്യൂമൻ ഡിഗ്നിറ്റി. അതേ പ്രഭാഷണത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്ന്. ആദം എന്ന ഒരു പോയിന്റിലേക്ക് ചേർക്കപ്പെടുന്നവരാണ് നിങ്ങളെല്ലാം. മനുഷ്യൻ ഒരൊറ്റ കുലമാണ്. ജന്മത്തിന്റെയോ ജന്മദേശത്തിന്റെയോ വംശത്തിന്റെയോ ഭാഷയുടെയോ വർണ്ണത്തിന്റെയോ അടിസ്ഥാനത്തിൽ മനുഷ്യൻ വേർതിരിക്കപ്പെടേണ്ടവനല്ല, മറിച്ച് കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദാമിൽ നിന്ന് ഒരൊറ്റ കുലത്തിൽ പിറന്നവർ, ഏകകുലജാതർ, ഏകോദര സഹോദരന്മാരാണ് നിങ്ങൾ എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രഭാഷണം. നിങ്ങളെല്ലാം ഒരു പോയിന്റിൽ നിന്ന് വന്നവരാണ്, ഒറ്റ കുലത്തിലുള്ളവരാണ്. അത് ഹ്യൂമൻ യൂണിറ്റി, മനുഷ്യന്റെ ഏകത്വം എന്നുള്ളത്. വംശത്തിന്റെ അടിസ്ഥാനത്തിലോ ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ കുലത്തിന്റെ അടിസ്ഥാനത്തിലോ ജനങ്ങളെ വേർതിരിച്ച് അവർക്കിടയിൽ ഉച്ചനീചത്വം കൽപ്പിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. കാരണം എല്ലാവരും ഒരു കുടുംബത്തിൽ പിറന്നവരാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചിട്ടുള്ള മനുഷ്യനെ കുറിച്ച രണ്ടാമത്തെ സങ്കല്പം. മനുഷ്യനെ കുറിച്ച മൂന്നാമത്തെ സങ്കല്പം, സന്ദേശം, മനുഷ്യന്റെ സമത്വം എന്ന സന്ദേശം. മനുഷ്യരെല്ലാവരും ചീപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. ആ പ്രഭാഷണത്തിലെ വാചകങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. മനുഷ്യൻ എല്ലാവരും ചീപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. അറബിക്ക് അനറബിയേക്കാൾ യാതൊരു സവിശേഷതയുമില്ല. വെളുത്തവന് കറുത്ത
ഉള്ളവനേക്കാൾ യാതൊരു സവിശേഷതയുമില്ല. അഥവാ വല്ല സവിശേഷതയും ഉണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ എത്ര സൂക്ഷ്മത പാലിക്കുന്നു, അവന്റെ കർമ്മത്തെ എത്ര വിശുദ്ധമാക്കുന്നു, അവന്റെ സ്വന്തം അഹങ്കാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് തന്നെ ദൈവത്തിന് എത്രമാത്രം കീഴ്പ്പെടുത്തുന്നു എന്നത് മാത്രമാണ് മനുഷ്യന്റെ ഉച്ചനീചത്വം കൽപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മഹത്വം കൽപ്പിക്കുന്നതിന് ഏകമായ മാർഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് മനുഷ്യന്റെ സമത്വമാണ്. അപ്പോൾ മനുഷ്യന്റെ മഹത്വം, മനുഷ്യകുലത്തിന്റെ ഏകത്വം, മനുഷ്യ സമൂഹത്തിന്റെ സമത്വം പ്രവാചകൻ വളരെ ശ്രദ്ധാപൂർവം ഉദ്ബോധനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളാണത്. ഈ സന്ദേശങ്ങൾ പ്രചാരണം ചെയ്തു എന്നതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ സന്ദേശവാഹകനായ ആളുകൾക്ക് പ്രബോധനം ചെയ്തുകൊണ്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞത്. അവിടങ്ങളിലുള്ള മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുവാനും അവരുടെ ഹൃദയങ്ങൾ കവർന്നെടുക്കുവാനും അവരോടൊപ്പം സമാധാനപരമായ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുവാനും പ്രവാചക അനുയായികൾക്ക് കഴിഞ്ഞിട്ടുള്ളത് എല്ലാ മനുഷ്യരുടെയും മഹത്വത്തെയും മനുഷ്യകുലത്തിന്റെ ഏകത്വത്തെയും മനുഷ്യകുലത്തിന്റെ സമത്വത്തെയും അവർ ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശ സാരം ഇതാണ്. അതേ അവസരത്തിൽ മറ്റു ചില ആശയങ്ങൾ കൂടി പ്രവാചകൻ പ്രബോധനം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജ്ഞാനം നേടിയെടുക്കുവാനുള്ള പ്രചോദനം, അറിവ് നേടിയെടുക്കുവാനുള്ള പ്രചോദനം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു റിപ്പോർട്ട് ശരിയാണെങ്കിൽ രണ്ടാമത് അവതരിപ്പിക്കപ്പെടുന്ന വാചകങ്ങൾ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്നാണ്. പേനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടരുന്നത് എന്നാണ്. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു, പേനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടരുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിന്റെ തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പ്രവാചകൻ നിരക്ഷരനായി, നിരക്ഷരിലേക്ക് വന്ന നിരക്ഷരനായ ഒരു മനുഷ്യനായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകനോടാണ് നീ വായിക്കുക എന്ന് പറയുന്നത്. ആ പ്രവാചകനോടാണ് പേനയെക്കുറിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ പല വാക്കുകളും വാചകങ്ങളും അവസാനിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അഫലാ തഅലമൂൻ അഫലാ തഅഖിലൂൻ അഫലാ തശ്കുറൂൻ അഫലാ തതദക്കറൂൻ അഫലാ തതദബ്ബറൂൻ. നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നില്ലേ? എന്താ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? എന്താ നിങ്ങൾക്ക് മൂളയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശുദ്ധ ഖുർആനിന്റെ സംബോധിതരുടെ മസ്തിഷ്കങ്ങളിൽ മഹാപ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ തലച്ചോറിനെ ഇളക്കിമറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. പഠനത്തിനും ചിന്തക്കുമുള്ള വമ്പിച്ച പ്രചോദനമായിരുന്നു അവയെല്ലാം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. നോക്കുന്നില്ലേ? ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് തല കുനിച്ചു നടന്നിരുന്ന സഞ്ചരിച്ചിരുന്ന ആ ഗ്രാമീണനായ അറബിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ?
പരന്നതായി കാണപ്പെടുന്നതെന്ന്. അങ്ങനെ നോക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തലമണ്ട കടിച്ചിട്ട് അറബിയെ ഞെട്ടിച്ചുണർത്തി അങ്ങനെ അവൻ തല പൊന്തിച്ച് മേലോട്ട് നോക്കി ചോദിക്കുകയാണ്, സുബ്ഹാന, ദൈവമേ, പടച്ചവനെ, നീ പരിശുദ്ധനാണ് കേട്ടോ. എന്തൊക്കെയാണ് ഈ ആകാശലോകങ്ങളിൽ കാണുന്നത്? എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്? എന്തൊക്കെയാണ് കരകളിലും കടലുകളിലുമായി ദൈവം സംവിധാനിച്ചു വച്ചിരിക്കുന്നത്? സുബ്ഹാനക, നീ പരിശുദ്ധനാണ് കേട്ടോ. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, പടച്ചവനെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല കേട്ടോ. ഓരോ തന്തുവിനും ഓരോ പരമാണുവിനും എന്തോ ചില ദൗത്യങ്ങൾ, ധർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. ഓരോ വസ്തുവിനെയും നിശ്ചയിച്ചിട്ടുള്ളത് ധർമ്മനിർവഹണത്തിന് വേണ്ടിയാണ്. ആ ധർമ്മനിർവഹണത്തിന് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നാഗരികതകൾ സൃഷ്ടിച്ചെടുക്കേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ് എന്നുള്ള ഉജ്ജ്വലമായ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശുദ്ധ ഖുർആൻ ആ ജനതക്ക് നൽകുകയുണ്ടായി. അതാണ് അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ നിരക്ഷരരായ ഒരു സമൂഹത്തിൽ ജനിച്ച നിരക്ഷരനായ പ്രവാചകന് ഈ ലോകത്തെ ഇളക്കി മറിച്ച് ആ ജനതയെ പരിഷ്കരിച്ച് സംസ്കരിച്ചെടുത്ത് ലോകോത്തരമായിട്ടുള്ള നാഗരികതകളുടെ ആളുകളാക്കി മാറ്റുവാൻ പ്രേരണ നൽകിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ വിജ്ഞാനത്തിന് നൽകിയ പ്രാപ്തി. അടുത്ത സംഗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം യഥാർത്ഥത്തിൽ കാരുണ്യം എന്ന സന്ദേശം. ഗ്രാമീണരായ ആളുകൾക്കിടയിലാണല്ലോ പ്രവാചകന്റെ വരവ്. നാടന്മാരും പരിക്കന്മാരുമായിട്ടുള്ള ആളുകൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞ് വന്നു ചേർന്നു. അതിന് അസുഖം അർത്ഥിച്ചിരിക്കുന്നു. ശ്വാസം ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പ്രവാചകന്റെ മടിയിൽ ഈ കുഞ്ഞു കൊണ്ടുപോയി വെക്കപ്പെടും. ആ കുഞ്ഞിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറോടടക്കി പിടിക്കും. ആ സമയത്ത് പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. അതാ കവിളിണകളെ നനയ്ക്കുകയാണ്. ആ താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങി ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉറ്റിട്ട് വീഴുകയാണ്. അവിടെ ഉണ്ടായിരുന്ന അനുചരന്മാരെ ചെറു ചോദിച്ചു, താങ്കളും ഇങ്ങനെ വികാരതരളിതനായി തീരുകയാണോ എന്നാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മറുപടി, തിൽക റഹ്മത്ത്, അത് അനുഗ്രഹമാണ്, കാരുണ്യമാണ്. ആ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ അവന്റെ അടിയാറുകളുടെ, അവന്റെ ദാസന്മാരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള കാരുണ്യമാണ്. ആ കാരുണ്യത്തെ ദൗർബല്യം എന്ന് വ്യാഖ്യാനിക്കരുത്. അത് കാരുണ്യം. ആ കാരുണ്യമാണ് പ്രവാചകന്മാരിൽ നിന്ന് അനുചരന്മാർ വളർത്തിയത്. പടച്ച തമ്പുരാൻ ഓരോരുത്തരുടെയും മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള കാരുണ്യമാണത് എന്ന് കാരുണ്യത്തെ വിശദീകരിക്കുന്നു പ്രവാചകൻ. ഒരിക്കൽ പ്രവാചകൻ തന്റെ അനുചരന്മാരുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അകലെ ഒരാട് അതിന്റെ കുഞ്ഞിന് പാൽ കൊടുത്തു. പാൽ കൊടുക്കുമ്പോൾ ഒരു കാൽ ഉയർത്തി വെച്ചിട്ടുണ്ട് കുഞ്ഞിന് സൗകര്യത്തിൽ പാല് കുടിക്കാൻ വേണ്ടി അകിടിൽ. പ്രവാചകൻ അനുചരന്മാരോട് പറഞ്ഞു, നോക്കൂ, ആ ആട് എത്ര കാരുണ്യമാണതിന്. അതിന്റെ കാല് പൊക്കിവെച്ച്
അതിന്റെ കുഞ്ഞിന് പാൽ കുടിക്കാൻ. ആടിനു മാത്രമല്ല കേട്ടോ കുഞ്ഞിനോട് കാരുണ്യമുള്ളത്. ഈ ലോകത്തിലെ എല്ലാ ജന്തുജാലങ്ങൾക്കും കുഞ്ഞുങ്ങളോട് കാരുണ്യമുണ്ട്. പക്ഷേ ലോകത്തുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും ദൈവം നൽകിയിട്ടുള്ള കാരുണ്യവും ദൈവം സ്വയം സ്വീകരിച്ച് ഒരുക്കി വെച്ചിട്ടുള്ള കാരുണ്യവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു മഹാപാരാവാരവും ആ പാരാവാരത്തിൽ നിന്ന് ഒരു കൊച്ചു പക്ഷി അതിന്റെ കൊച്ചു കൊക്കിൽ ഒരു പ്രാവശ്യം കുത്തിയെടുക്കുന്ന വെള്ളവും തമ്മിൽ എത്ര താരതമ്യമുണ്ടോ ആ താരതമ്യമായിരിക്കും. പടച്ചവന്റെ കാരുണ്യം ഒരു പാരാവാരമാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരസ്പരം കാണിക്കുന്ന ഈ കാരുണ്യം ആ പാരാവാരത്തിൽ നിന്ന് ഒരു പക്ഷി അതിന്റെ കൊച്ചു കൊക്കിൽ ഒരു പ്രാവശ്യം കൊത്തിയെടുക്കുന്ന വെള്ളത്തോളം ചെറുതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. റഹ്മത്ത്, കാരുണ്യം. തന്നെ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച ജനത, ആ ജനതയിലേക്ക് തിരിച്ചു ചെന്ന പ്രവാചകൻ വിജയശ്രീലാളിതനായ കഅബയുടെ മുറ്റത്തു നിൽക്കെ ശത്രു ജനതയായിരുന്ന അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? പറയപ്പെടുന്ന മറുപടി, നീ മാന്യനായ ഒരു സഹോദരനാണ്, മാന്യനായ സഹോദരന്റെ പുത്രനാണ്. നിന്നിൽ നിന്ന് നല്ലതല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രവാചകൻ അവരോട് പറയുന്നു, ഇദ്ഹബൂ അൻതുമുത് തുലഖാ, പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾ എന്തൊരു സ്നേഹം, എന്തൊരു കാരുണ്യം, എന്തൊരു വിട്ടുവീഴ്ച. ഈ വിട്ടുവീഴ്ചയും കാരുണ്യവും പ്രവാചകന്റെ അനുയായികൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിവിധ മതസമൂഹങ്ങളുമായി സമാധാനപരമായ സഹവർത്തിത്വത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചു. മദീനയിൽ ചെന്ന് ജൂതഗോത്രങ്ങളും ക്രൈസ്തവ ഗോത്രങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു കരാറുണ്ടാക്കി. അവരായിരുന്നു അവിടുത്തെ തദ്ദേശവാസികളായ ജനങ്ങൾ. ആ കരാറിൽ പറയുന്നത്, ഈ മദീന നമ്മുടെ മദീനയാണ്. ഈ മദീനയിൽ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി താമസിക്കും, സമാധാനപരമായ സഹവർത്തിത്വത്തോടുകൂടി താമസിക്കും, ഒരാളും ഒരാളുടെ മേലും അക്രമം കാണിക്കുകയില്ല. അങ്ങനെ ഒരു പ്ലൂറൽ സൊസൈറ്റി, ഒരു ബഹുസ്വര സമൂഹം സമാധാനപരമായി സഹവർത്തിക്കേണ്ടുന്ന എല്ലാ പോയിന്റുകളും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കരാർ അവിടെ വെച്ചുണ്ടാകും. ഒരിക്കൽ നജ്റാനിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്നു. അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ പുറത്തുപോയി പ്രാർത്ഥിച്ചു വരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഈ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചു? അവിടെ വെച്ച് പ്രാർത്ഥിച്ചോളൂ. ഞങ്ങൾ ഞങ്ങളുടെ ആചാരമര്യാദകൾ അനുസരിച്ച് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. ഇതേ പള്ളിയിൽ തന്നെ അപ്പുറത്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരപ്രകാരം പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആ വിശാലത, ആ പരമത സഹിഷ്ണുത യഥാർത്ഥത്തിൽ വളരെ പവിത്രമായ ഒരു കാര്യമാണെന്നും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്രത്തോളം യോജിച്ചതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇരിക്കാവുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സദസ്സും ഇരിക്കെ ദൂരെ നിന്ന് ഒരു ജഡം കൊണ്ടുവരപ്പെടുന്നത് കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത്, അനുചരന്മാരും എഴുന്നേറ്റത്. അനുചരന്മാരിൽ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, അതൊരു ജൂതന്റെ ജഡമാണ്, അതൊരു ജൂതന്റെ ജഡമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു മനുഷ്യന്റെ ജഡമാണ്. അതൊരു ജൂതന്റെ ജഡമാണ് എന്ന് പറഞ്ഞ
ജഡത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കണോ ഒരു കഥ? ഞാനൊരിക്കൽ കൊണ്ടോട്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിന് പോവുകയും എന്റെ ചാരത്ത് ഒരു അർത്ഥമതപണ്ഡിതനിരിക്കുന്നു. പകുതി ഇസ്ലാം പഠിച്ചയാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. പള്ളികളിൽ വെച്ചും മദ്രസകളിൽ വെച്ചും കുട്ടികൾക്കും സാധാരണ മുസ്ലിംകൾക്കും പരമദാനിയായികളെ ബഹുമാനിക്കേണ്ടതിന്റെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ അയാളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി ഈ കഥ അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ എന്നോട് തിരിച്ചു പറഞ്ഞിട്ടുള്ള വാചകം നിങ്ങൾ മനസ്സിലാക്കി. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി. പ്രവാചകൻ എഴുന്നേറ്റു നിന്നു എന്ന് ഹദീസിലുണ്ട്, അത് ശരിയാണ്. പക്ഷേ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ നീയത്തതല്ല. ഞാൻ ചോദിച്ചു, എന്താ നീയത്ത്? എന്താ അതിന്റെ ഉദ്ദേശം? ദൂതന്റെ ജഡമാണല്ലോ ഈ കൊണ്ടുപോകുന്നത്. നബി അവിടെ ഇരിക്കുകയാണെങ്കിൽ നബിയുടെ തലയേക്കാൾ ഉയരത്തിലായിരിക്കും അത് പോവുക. ഒരു ദൂതന്റെ ജഡം നബിയുടെ തലയേക്കാൾ ഉയരത്തിൽ പോവേണ്ട എന്ന് വിചാരിച്ച് അതിന്റെയും മുകളിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തിന്റെ അനുയായികളെ വിശാലത പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, അവരുടെ ഹൃദയം വിശാലമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അനുയായികളിൽ ചിലർ ആ വിശാലമായ വ്യക്തിത്വത്തെയും സന്ദേശത്തെയും ചുരുട്ടി മടക്കി കൂട്ടിക്കെട്ടി അടിച്ചു ചുരുക്കി അവരുടെ കുടുസായ ഹൃദയങ്ങളിലേക്ക് കുത്തിത്തിരികാൻ ശ്രമിക്കുന്നു. ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചു പോയ അബദ്ധം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരുണ്യത്തോടൊപ്പം വിട്ടുവീഴ്ചയോടൊപ്പം പരമത സഹിഷ്ണുത എന്നുള്ളത് പ്രവാചകത്തിന്റെ മൗലികമായ ഒരു സത്ത തന്നെയാണ്. എല്ലാ ദർശനങ്ങളും എല്ലാ സിദ്ധാന്തങ്ങളും ശരിയാണ് എന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ വാദങ്ങൾ. ദൈവത്തിൽ നിന്ന് സന്ദേശം നൽകപ്പെട്ടവൻ എന്നുള്ള നിലയിൽ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെളിപാടിൽ അദ്ദേഹത്തിന് തീർത്തും വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസമുള്ളതോടൊപ്പം തന്നെ ഇതര മതാനുയായികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് മാത്രമല്ല, അങ്ങനെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനുമുള്ള പാഠം അനുചരന്മാർക്ക് അദ്ദേഹം നൽകി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്ന് നാം മനസ്സിലാക്കി. മുഹമ്മദ് നബി താൻ ജീവിച്ചിരുന്ന ദേശത്തെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്. മക്കയിൽ ജീവിക്കെ മക്കയെ തിരുമേനി സ്നേഹിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, നിറ സാന്നിധ്യമായിരുന്നു പ്രവാചകൻ മുഹമ്മദ്. നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കഅബ പുതുക്കിപ്പണികൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ പുതുക്കിപ്പണിയുന്ന കർമ്മത്തിൽ പ്രവാചകൻ വന്നു. ചെറിയ കുട്ടി തലവേദനയാകുന്നത് മനസ്സിലാക്കിയിട്ട് മാതുരന്മാരും പിതൃവ്യന്മാരും നബിയുടെ മുണ്ടഴിച്ചിട്ട് തെരിക പോലെ വെച്ച് തലയിൽ വെച്ചു കൊടുത്തു. പക്ഷേ അത് സഹിക്കാൻ നബിക്ക് കഴിഞ്ഞില്ല. നബി ബോധം കെട്ട് വീണുപോയിട്ടുണ്ട്. ബോധം കെട്ട് വീണതല്ല പ്രശ്നം, നബി ആ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു ബാല്യകാലത്ത് പോലുമെന്നത്. പിന്നീട് കഅബ പുതുക്കിപ്പണിയുന്ന ഘട്ടത്തിൽ മധ്യസ്ഥന്റെ റോളിൽ നബി വരുന്നുണ്ട്. ഹർബുൽ ഫിജാർ എന്ന ഒരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ മക്കയിൽ. ആ യുദ്ധത്തിൽ പ്രവാചകൻ പങ്കുചേരുന്നു. അതിന് പ്രവാചകൻ പറഞ്ഞ ന്യായം, അതിലൊരു ഭാഗം സത്യത്തിന്റെ പക്ഷത്ത് മാത്രമാണ് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ധർമ്മബോധം കൊണ്ട് ഞാൻ ആ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നു. അവിടെ ഒരു കരാറുണ്ടാക്കി മക്കക്കാരെല്ലാവരും ചേർത്തുകൊണ്ട് മക്കയെ
അന്ന് മുഹമ്മദ് നബിയായി കഴിഞ്ഞിട്ടില്ല. ആ കരാറിൽ പ്രവാചകൻ പങ്കെടുത്തു. അതിൽ നിയാമക സ്ഥാനത്ത്, നിർണായക സ്ഥാനത്ത് നിന്നു. അത് പുലർത്തിപ്പോരുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. മദീനയിലെത്തിയതിനു ശേഷം പിന്നീട് തിരുമേനി പറഞ്ഞു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിയും അത്തരത്തിലുള്ള ഒരു കരാറുമായി ലോകത്തിൽ ഏത് ജനവിഭാഗം വന്നാലും ആ കരാർ സ്ഥാപിക്കുന്ന വിഷയത്തിൽ ഞാൻ ഉണ്ടാകും. എനിക്ക് ഒരു മനസ്താപവും അതിൽ തോന്നിയിട്ടില്ല. യുദ്ധത്തിലും സന്ധിയിലും പ്രവാചകനുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും പ്രവാചകനുണ്ടായിരുന്നു. നോക്കി നിൽക്കുകയായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയായിരുന്നു. വിശ്വാസികളായ ആളുകൾ, ധർമാനുഷ്ഠാനികളായ ആളുകൾ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന സിദ്ധാന്തത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം ഒളിച്ചെഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആധ്യാത്മിക ലോകത്തെയും ഭൗതിക ജീവിതത്തെയും സമന്വയിപ്പിച്ചു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയനാക്കിയ സവിശേഷത എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മക്കയിൽ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, മക്കയെ സ്നേഹിച്ചുകൊണ്ട് നബി മക്കയിൽ കഴിഞ്ഞു. മക്കയിലെ ജനത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കുന്നുണ്ട്. വീട് വളഞ്ഞിട്ട് ഓരോ ഗോത്രത്തിന്റെ തലവനും ഓരോ വാളെടുത്ത് കയ്യിൽ പിടിച്ച് ആക്രമിക്കാൻ മുതിരുമ്പോൾ അവരുടെ കണ്ണുപറ്റിച്ചുകൊണ്ട് പ്രവാചകൻ മദീനയിലേക്ക് പലായനം ചെയ്തു. ആ പലായനത്തിന്റെ ഘട്ടത്തിൽ മക്കയുടെ അതിർത്തി വരുമ്പോൾ പ്രവാചകൻ മക്കയെ നോക്കി പറയുന്ന ഒരു വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ ശ്രദ്ധിക്കണം. അല്ലയോ മക്ക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ്. നിന്നിലാണ് ഞാൻ ജീവിച്ചത്. നിന്നിൽ നിന്നാണ് എന്റെ രക്തം ഉയർന്നിട്ടുള്ളത്. നിന്നിൽ നിന്നാണ് എനിക്ക് മജ്ജയും മാംസവും ഉയർന്നിട്ടുള്ളത്. എന്റെ വിയർപ്പിന്റെ കണങ്ങൾ നിന്നിൽ ഉച്ചിട്ട് വീണിട്ടുണ്ട്. എന്റെ രക്തത്തിന്റെ കണങ്ങൾ നിന്നിൽ ഉച്ചിട്ട് വീണിട്ടുണ്ട്. ഞാൻ നിന്നിലാണ് ജീവിച്ചത്. നിന്നിൽ തന്നെ ജീവിക്കണമെന്നും നിന്നിൽ തന്നെ കണ്ണടക്കണമെന്നും നിന്നിൽ തന്നെ കബറടക്കപ്പെടണമെന്നുമാണ് യഥാർത്ഥത്തിൽ എന്റെ ആഗ്രഹം. പക്ഷേ നിന്റെ നാട്ടുകാർ എന്നെ, നിന്റെ ആളുകൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല. അതൊക്കെ ആ ദേശസ്നേഹത്തിൽ നമുക്ക് മാതൃകയില്ലേ? ആ ദേശസ്നേഹത്തിൽ നമുക്ക് മാതൃകയില്ലേ? എന്നാൽ പ്രവാചകൻ മദീനയിൽ ചെന്ന് മദീനയിൽ ഏതാനും ദിവസം താമസിച്ചപ്പോൾ മദീനയിലെ കാലാവസ്ഥയുമായി ഇണങ്ങുന്നില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചും പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ, മദീന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ്. മദീനയെ ഞങ്ങളോട് ഇണക്കണം, ഞങ്ങളെ മദീനയിലേക്കും ഇണക്കണം. അങ്ങനെ മദീന ചെന്നുചേർന്ന പ്രദേശം എന്നുള്ളതിനെ അവരുടെ പ്രദേശമായി തീർന്നു എന്നും. ഇത് പ്രവാചകന്റെ മാത്രം അനുഭവമല്ല, പ്രവാചകന്റെ അനുചരന്മാരുടെയും അനുഭവമാണ്. അവർ ജീവിക്കുന്ന ദേശം ഏതാണോ ആ ദേശത്തെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്ന പ്രവാചകന്റെ അനുയായികൾ കേരളത്തെ സ്നേഹിച്ചു, ഇവിടെ താമസമുറപ്പിച്ചു. കേരളത്തിലെ രാജാക്കന്മാരും സാധാരണക്കാരും അവരെ സ്നേഹിച്ചു. അവർ നമുക്കിടയിൽ ജീവിച്ചു. ഉത്തരേന്ത്യയിൽ മുഹമ്മദ് ബിൻ ഖാസിം കടന്നു വന്ന കപ്പൽ പൊളിച്ചു കളഞ്ഞു. അദ്ദേഹത്തോടൊപ്പം വന്ന സൂഫി വര്യന്മാരും ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയിലെ സംസ്കാര നാഗരികതകൾ കെട്ടിപ്പടുക്കുന്നതിൽ അവർ വലിയ പങ്കുവഹിച്ചു. ലോകത്തെവിടെയും അവർ എത്തിയിട്ടുള്ളത് നാട്ടുകാരെ കട്ടുമുടിക്കാനായിരുന്നില്ല, അവരിൽ ജീവിച്ച് അവരുടെ നാഗരികതയെ പുഷ്ടിപ്പെടുത്താനാണ് എന്ന് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്ന ആളുകൾക്ക് കണ്ടെത്താൻ കഴിയും. ഇന്നത്തെ ഭാരതത്തിന്റെ സൃഷ്ടിയിൽ മുസ്ലിം സമൂഹത്തിന് അതിൻ്റെതായ പങ്കുണ്ട്.
മുസ്ലിം സമുദായത്തിൽ പ്രവാചകന്റെ അനുയായികളായ ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങളും രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് രാജ്യനിവാസികൾക്കിടയിൽ ജീവിക്കണം. കാരണം പ്രവാചക സ്നേഹികൾ രാജ്യസ്നേഹികൾ കൂടിയായി തീരണം എന്ന് ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഉദ്ബോധിപ്പിക്കുകയാണ്. എന്റെ ഒരു സുഹൃത്ത് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. ഷൊർണൂരിലെത്തി. അല്പസമയത്തേക്ക് തീവണ്ടി അവിടെ പിടിച്ചിട്ടില്ല. ഏതോ ഒരു കുടുംബം ധൃതി പിടിച്ച് ട്രെയിനിൽ വന്നു കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരുടെ ട്രെയിൻ അല്ല, ട്രെയിൻ മാറിക്കയറിപ്പോയി. ദൂരയാത്രക്കാരൻ. ആ കുടുംബം കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനവും എടുത്തുകൊണ്ട് മറ്റേ ട്രെയിനിലേക്ക് ഓടി. ഓടിയപ്പോ ഒരു കീസ്, ഒരു ഷോപ്പർ അവിടെ ബാക്കി. അദ്ദേഹം ഇതും എടുത്തിട്ടാണ് അതിന്റെ പിന്നാലെ ഓടി. ഏത് ട്രെയിനിലാണോ യാത്രാസംഘത്തിന് പോകാറുണ്ടായിരുന്നത് ആ ട്രെയിനിൽ അവരുടെ ബോഗി തെരഞ്ഞു പിടിച്ച് ഈ സാധനം അവിടെ കൊണ്ടുപോയി. അവരത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ ഉപേക്ഷിച്ചു പോന്ന, ഞങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സാധനവുമായി ഒരാളുടെ പിന്നാലെ ഓടി അതവിടെ വെച്ചു. നന്ദിപൂർവ്വം പരിചയപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ രണ്ടു കൂട്ടർക്കും വേണ്ടത്ര സമയമുണ്ടായിരുന്നു. പക്ഷേ പ്രായമുള്ള സ്ത്രീ പറഞ്ഞു, ഇത് എന്റെ മകൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാണ്. ഒരു മാസമായി അച്ചാറിലിട്ട് വെച്ച കണ്ണിമാങ്ങയാണ്. അവൾ ഡൽഹിയിലാണ്. കണ്ണിമാങ്ങ വളരെ ഇഷ്ടമാണ്. കണ്ണിമാങ്ങയുടെ അച്ചാർ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങളെല്ലാം കൂടി എടുക്കാൻ കഴിയാത്തപ്പോ അതവിടെ വെച്ചു പോകുന്നതാണ്. നിങ്ങൾ ചെയ്തത് വലിയ ഉപകാരം. അപ്പോ ഒരു വാചകം മാത്രം ഇദ്ദേഹം പറഞ്ഞു. എന്താണ് ആ വാചകം? മറ്റൊന്നുമല്ല, ഒരാളുടെ ഒരു ഭാരം ചുമക്കുന്നതിൽ സഹായിച്ചാൽ മരണത്തിന് ശേഷം ഒരു ഭാരം ഇറക്കിക്കൊടുക്കുമെന്ന്, പാപത്തിന്റെ ഒരു ഭാരം ഇറക്കിക്കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളാണ് എനിക്ക് പ്രചോദനം. ആ കുടുംബത്തിന്റെ നായകൻ അത്ഭുതത്തോടുകൂടി എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്ന് ഒരു പ്രവാചകൻ വന്നുകൊണ്ട് എന്റെ ഈ കണ്ണിമാങ്ങ അച്ചാറിൽ ഇടപെടുകയാണ്. എന്റെ ഈ കണ്ണിമാങ്ങ അച്ചാറിൽ ഈ പ്രവാചകൻ വന്ന് ഒരു കൈ സഹായിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരാശയമാണ്. പ്രവാചകൻ ദൈവത്തിലേക്ക് വഴി നടത്തുന്നവനാണ്. ദൈവത്തിന്റെ സന്ദേശം, അല്ലാഹുവിന്റെ സന്ദേശം മോദിക്കേൽപ്പിച്ചു കൊടുത്ത് അതിലേക്ക് വഴി നടത്തുന്നവരാണ്. എന്നാൽ ആ സന്ദേശങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ സഹായിക്കാനുള്ള സന്ദേശം. ആ സന്ദേശങ്ങൾ മനുഷ്യനകപ്പെട്ടിട്ടുള്ള അടിമത്തത്തിന്റെ മുഖങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള സന്ദേശം. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ കുറിച്ച് അവർ വീര പോരാളികളാണ്, വിമോചനത്തിന്റെ പോരാളികളാണ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രവാചകൻ മാത്രമല്ല വിമോചന പോരാളി. എല്ലാ പ്രവാചകന്മാരും വിമോചന പോരാളികളാണ്. വിമോചന പോരാളികൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രവാചകനെ താഴ്ത്തിക്കെട്ടലല്ല. പ്രവാചകന്റെ ദൈവത്തിന്റെ സന്ദേശം സ്വീകരിക്കുന്നു എന്ന സവിശേഷതയെയോ ദൈവത്തിലേക്ക് വഴി നടത്തുവാൻ വന്നവൻ എന്നുള്ള പ്രത്യേകതയെയോ തള്ളിക്കളയാതെ മനുഷ്യ സമൂഹത്തെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള സന്ദേശം ഏറ്റെടുത്തവൻ എന്ന ഒരു സവിശേഷത കൂടി, വിശേഷണം കൂടി ചാർത്തി നൽകുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു കുറച്ചിലല്ല, അത് ഒരു പുതിയ കാര്യമല്ല എന്നുകൂടി നാം മനസ്സിലാക്കാൻ ചെയ്യും. മുഹമ്മദ് നബി വിമോചനത്തിന്റെ പോരാളി തന്നെയാണ്. പ്രവാചകനെ പരിചയപ്പെടുത്തി പറഞ്ഞപ്പോൾ
അവരുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി താഴെ വെക്കാൻ. അവരുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം ഇറക്കി താഴെ വെക്കാൻ. അവരുടെ കരചരണങ്ങളെ ബന്ധിച്ചിട്ടുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിമോചനത്തിന്റെ വീഥിയിലേക്ക് അവരെ വഴി നടത്തുവാനാണ് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മളിവിടെ ചേർത്ത് വായിക്കണം. മുഹമ്മദ് നബി എന്ന പ്രവാചകൻ സാമ്രാജ്യത്വത്തിനെതിരായും ഏകാധിപത്യത്തിനെതിരായും ലോകത്തുടനീളം വിമോചന പോരാട്ടങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഖദ്ദാഫി ഭരണത്തെ ലിബിയയിൽ വെച്ച് മറിച്ചിട്ടു. സൈനുദ്ദീൻ ബിൻ അലിയുടെ ഭരണത്തെ ടുണീഷ്യയിൽ മറിച്ചിട്ടു. മൊറോക്കോയിൽ അധികാരത്തെ മറിച്ചിട്ടു. ഗസയിലും ഫലസ്തീനിലും പുതിയ പ്രതീക്ഷയുമായി ഉയർന്നു വരുന്നു. മൊറോക്കോവിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാക്കി. അറബ് മുസ്ലിം നാടുകളിൽ നിന്ന് ഈ മാറ്റങ്ങൾ, വിപ്ലവത്തിന്റെ ഈ മാറ്റങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മുല്ലപ്പൂവിന്റെ സൗരഭ്യം പരത്തിക്കൊണ്ട് വസന്തമായി വിരിഞ്ഞു വളരുന്നത് നാം കാണുന്നു. അപ്പോൾ വിമോചനത്തിന്റെ അംശവും പ്രവാചകന്മാരുടെ കാര്യങ്ങളിൽപ്പെട്ടത് തന്നെ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ ഫിൽ അർദ്. ഭൂമിയിൽ മർദ്ദിതരാക്കപ്പെട്ട ജനവിഭാഗങ്ങളെ അനുഗ്രഹിക്കണം, അവർക്ക് അനുഗ്രഹം ചൊരിയണമെന്ന് നാം ആഗ്രഹിക്കുന്നു. വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിദീൻ. അവരെ ഭൂമിയുടെ നേതാക്കളും ജേതാക്കളുമാക്കണം എന്ന് നാം വിചാരിക്കുന്നു. മർദ്ദിതരാക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയും അവരെ നേതാക്കളും ജേതാക്കളുമാക്കി തീർക്കുകയും ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ മതങ്ങൾ വിമോചനത്തിന്റെ പ്രചോദനങ്ങൾ തന്നെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, നൂറ്റാണ്ടുകളായി മതത്തിന് സാമൂഹ്യ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന തിട്ടൂരം നൽകുകയായിരുന്നു അൾട്രാ സെക്കുലറിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വിവിധ തലങ്ങളിൽ അത് നടപ്പാക്കും. അങ്ങനെ നടപ്പാക്കിയ കൂട്ടത്തിൽ മതത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ യാതൊരു പങ്കും അംഗീകരിക്കാതെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നു, സാമൂഹ്യ ജീവിതത്തിൽ മതങ്ങൾക്ക് നിയാമകത്വം വരികയാണ്, മതങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വരികയാണ്. പ്രവാചകന്മാരുടെ, ദൈവപ്രോക്തരായ മഹാനുഭാവന്മാരുടെ, യുഗപ്രഭാവന്മാരുടെ സന്ദേശങ്ങൾ സാമൂഹ്യ ജീവിതത്തിന്റെ പരിവർത്തന ശക്തിയായി മാറുകയാണ്. അങ്ങനെ ഒരു ശക്തി കടന്നു വരുന്നുവെങ്കിൽ ആ മതത്തെ അംഗീകരിക്കുവാനും ആ മതത്തോട് കൈകോർക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മതത്തെ സംബന്ധിച്ച മൗലികമായിട്ടുള്ള ഒരു മാറ്റമാണത്. ആ മാറ്റം ഉൾക്കൊള്ളുവാൻ കമ്മ്യൂണിസ്റ്റുകൾ യഥാർത്ഥത്തിൽ തയ്യാറാണ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉള്ള വെറും രാഷ്ട്രീയ സമവാക്യം മാത്രമായി അത് അവസാനിച്ചു പോകാതെ സാമൂഹ്യ ജീവിതത്തിലുള്ള നിയാമകത്വത്തിന് മതത്തിന്റെ പങ്ക് ഞങ്ങളിതാ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് മതവിഭാഗങ്ങളുമായും ഞങ്ങൾക്ക് കൂട്ടുകെട്ടാവാം, കൈകോർക്കലാവാം, സാമ്രാജ്യത്വത്തിനെതിരെയും അഴിമതിക്കെതിരെയുമുള്ള പോരാട്ടത്തിൽ നമുക്ക് അണിനിരക്കലാകാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം കമ്മ്യൂണിസ്റ്റുകൾ കാണിക്കുന്നുവെങ്കിൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും അത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും
പ്രവാചകൻ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നതായി നാം കാണുന്നു. മുല്ലപ്പൂവിന്റെ സുഗന്ധം വീശുന്നു, മുല്ലപ്പൂവിന്റെ സുഗന്ധം വീശുന്നു, വസന്തം വിരിയുന്നു. പക്ഷേ ഈ വിമോചനത്തിന്റെയും വിപ്ലവത്തിന്റെയും സന്ദേശം ഉൾക്കൊള്ളുന്നതിന് പകരം മുസ്ലിം സമുദായത്തിലെ തന്നെ ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തിരുജഡത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ഈ പുരോഗമനാത്മകതയും ഈ മതത്തിന്റെ സാധ്യതയും മനസ്സിലാക്കി അതിൽ ആവേശം കൊള്ളുന്നതിന് പകരം സമുദായം സ്വയം തന്നെ നീണ്ട മുടികളെടുത്ത് ആ മുടികളുടെ കുരുക്കിൽ കയ്യും കാലും അനക്കാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചരിത്രം അവർക്ക് മാപ്പ് നൽകാൻ പോകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ. സാമാന്യം ദീർഘിച്ചു പോയ എന്റെ വാക്കുകൾ ഞാൻ അവസാനിക്കും. 40-50 മിനിറ്റുകളുടെ ഒരു പ്രഭാഷണത്തിൽ പ്രവാചകൻ എന്ന ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന, ഭൂമിയോളം പരന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുവാൻ സാധ്യമല്ല. ഏതാനും ചില സന്ദേശങ്ങൾ. മനുഷ്യന്റെ മഹത്വം, അവന്റെ സമത്വം, അവന്റെ ഏകത്വം, കാരുണ്യം, വിജ്ഞാനത്തോടുള്ള തൃഷ്ണ, പരമത സഹിഷ്ണുത, ജനതയോടുള്ള ഐക്യപ്പെടൽ, രാജ്യത്തോടുള്ള സ്നേഹം, വിമോചനത്തിന്റെ ശേഷി തുടങ്ങിയ ചില പോയിന്റുകളിലൂടെ ഞാൻ കടന്നുപോവുക മാത്രമാണ് ചെയ്തത്. ഈ സദസ്സിൽ വന്നിട്ടുള്ള മുഴുവൻ സ്ത്രീ പുരുഷന്മാരും ഞാൻ ആവശ്യപ്പെടുന്നു, പ്രവാചകനെ നിങ്ങൾ സ്നേഹിക്കണം. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി മുൻകൈയെടുക്കുക എന്നതാണ് അർത്ഥം. ഈ സന്ദേശം നിങ്ങൾ ഏറ്റുവാങ്ങുമെന്നും ഈ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.